ഹലോ കൂട്ടുകാരെ, ഒരു മാസമായി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ എൻ്റെ ഒരാഴ്ചയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസത്തെ മോർണിംഗ് റുട്ടീനാണ് ഈ എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ ഇതൊന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള മടിയെന്ന് പറയാൻ വയ്യ, സമയം ഒട്ടും ഇല്ല. അത് തന്നെയല്ല, എന്നും പനിയും ജലദോഷവും ചുമയായിട്ടിങ്ങനെ വല്ലാത്ത മോശം ആരോഗ്യസ്ഥിതിയൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ തോന്നുന്നേ ഇല്ല. ഒരു ഷോർട്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് എനിക്കൊരാഴ്ചയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ശനിയാഴ്ചയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച പോകുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടമില്ലാത്ത ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഞായറാഴ്ചയാണ്. കാരണം ഞായറാഴ്ച അങ്ങ് കഴിഞ്ഞ് പിന്നെ 6 ദിവസം കഴിയണം ഒരു ലീവ് കിട്ടണമെങ്കിലല്ലേ. അപ്പോൾ അത്രയും അത് ഓർക്കുമ്പോൾ എനിക്ക് ഞായറാഴ്ച ഇഷ്ടമില്ല. ഇതിപ്പം ഞാൻ രാവിലെ കുറച്ച് സാമ്പാറൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസത്തെയും മോർണിംഗ് റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന കറികൾക്കും രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനുള്ള വ്യത്യസ്തത ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നു, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറേ ക്ലീനിങ് ചെയ്യുന്നു, പാത്രം കഴുകുന്നു, മുറ്റം അടിക്കുന്നു, തുണി കഴുകുന്നു. ഇങ്ങനത്തെ കുറേ എല്ലാ ഒരേപോലത്തെ കുറേ ജോലികളാണ് എല്ലാ ദിവസവും ഉള്ളത്. പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. എല്ലാ ദിവസത്തെയും പോലെ അടുക്കളയിലെ കുക്കിംഗ് പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിടും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി. കാരണം എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ അടുക്കളയൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പം ആ ഒരു സന്തോഷം 8 മണിയാകുമ്പോഴേക്കും ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. 8 മണിക്ക് ഞാൻ ഇവിടുന്ന് കിച്ചണിൽ ഇറങ്ങിയാലേ പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് 8:28 എൻ്റെ ബസ് വരുന്നത്. ആ സമയം കൊണ്ട് എനിക്ക് റെഡിയായി ഇറങ്ങാൻ പറ്റുള്ളൂ. അത് താമസിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ അത് താമസിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കറക്റ്റായിട്ട് മനസ്സിലാകും. നമ്മുടെ ക്ലോക്കിലേക്ക് നോക്കിയേ, സമയം 8 മണിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ 8 മണി ആയപ്പോഴേക്കും എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയും കുറച്ച് ദേവുവിന് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം, പിന്നെ എൻ്റേത് എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കേശുക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കേശുക്കുട്ടനെ ഒരു 5 മിനിറ്റ് എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ, പാവമല്ലേ. അപ്പോൾ അവന് ഒരു 2 സെക്കൻഡ് എടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറി. പിന്നെ ഇതാണ് നമ്മുടെ ബസ് യാത്ര. നമ്മുടെ ബസ്സിൽ നിറയെ ആളാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഈ ബസ്സിലെ അവസ്ഥ. ഇരിക്കാനൊന്നും സീറ്റ് കിട്ടാറില്ല, ചിലപ്പോൾ നിൽക്കാനുള്ള സ്പേസ് പോലും കാണത്തില്ല. സ്കൂൾ കുട്ടികളും അവരുടെ ബാഗും എല്ലാമായിട്ട് നല്ല തിങ്ങി നിറഞ്ഞാണ് ബസ് ഇരിക്കുന്നത്. ഈ ബസ്സിൽ യാത്ര ചെയ്ത് നമ്മളവിടെ എത്തുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് മടുക്കും. കാരണം ഇത്രയും ദൂരം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പാടാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ സീറ്റ് കിട്ടും. എല്ലാ ദിവസത്തെയും അവസ്ഥ ഇതല്ല കേട്ടോ. മിക്ക ദിവസവും എൻ്റെ സീറ്റ് ആ ഫ്രണ്ടിലെ ബസ്സിൻ്റെ പെട്ടിപ്പുറത്താണ് കേട്ടോ. കാരണം ഞാനാണ് ഒരു സീറ്റെല്ലാം ഫുള്ളായി കഴിയുന്ന ഒരു സ്പേസിലാണ് ഞാൻ കയറുന്നത്. ഇടയ്ക്ക് വീടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കയറുന്നത് കൊണ്ട് എനിക്ക് മിക്കപ്പോഴും എൻ്റെ സീറ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ, ബൈ ബൈ.